സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വേനൽക്കാലമാകുമ്പോൾ നമ്മുടെ ചെടികളും മരങ്ങളും ഒക്കെ ധാരാളം ഇലകൾ കൊഴിക്കുകയും അത് അവിടെ കൂടിക്കിടന്ന് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് എവിടെയെങ്കിലും ഒന്നിച്ച് ഇട്ടിരുന്നാൽ അതിൻ്റെ അടിയിൽ പാമ്പുകൾ കയറിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് കത്തിച്ചു കളഞ്ഞാലോ അത് വായു മലിനീകരണത്തിന് കാരണമാകുന്നു. അതുപോലെ തന്നെ അത് പരിസ്ഥിതിക്ക് വളരെയധികം ആഘാതം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇതിനെ നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാവുന്നതാണ്. ചാക്കുകളിൽ ലെയറായിട്ട് ഈ ഉണക്കിലയും പച്ചിലയും ഇട്ട് അത് വിഘടിക്കുന്നതിനുള്ള എന്തെങ്കിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നല്ല കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഈ ചാക്കുകൾ ഇങ്ങനെ കൂട്ടിയിടുമ്പോൾ അവിടെയും ഈ പാമ്പുകളൊക്കെ ഒളിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചാൽ ഇതിനകത്ത് നമുക്ക് കരിയില നിക്ഷേപിക്കാവുന്നതും ഒരു 2 മാസം കൂടുമ്പോൾ ഇതുപോലെയുള്ള കരിയില കമ്പോസ്റ്റ് നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ ഈ കരിയില കമ്പോസ്റ്റിന് നിരവധി ഗുണങ്ങളുണ്ട്. അതൊരു സോയിൽ കണ്ടീഷണറാണ്. അതുപോലെ തന്നെ ഈർപ്പം നിലനിർത്തുന്നതിനും ഉപകാരികളായ സൂക്ഷ്മജീവികളുടെ വളർച്ചയ്ക്കും അതുപോലെ വായു സഞ്ചാരം ഉണ്ടാക്കുന്നതിനുമൊക്കെ ഇത് സഹായിക്കുന്നു. ഓരോ ദിവസത്തെയും കരിയില നമുക്കിതുപോലെ ഇതിൽ നിക്ഷേപിക്കാം. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ സുലഭമായി കാണുന്ന കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിന് ശേഷം 2-3 ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷം നേർപ്പിച്ച് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കഞ്ഞിവെള്ളത്തിലുമൊക്കെ ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളുണ്ട്. അതുപോലെ തന്നെ പച്ച ചാണകം നമ്മൾ ജലവുമായിട്ട് ചേർത്ത് നേർപ്പിച്ച് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇതിൻ്റെ വിഘടനം പെട്ടെന്ന് സാധിക്കുകയും നല്ല കമ്പോസ്റ്റ് ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഈർപ്പം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്ത് ജലം ഒഴിച്ച് അത്യാവശ്യമുള്ള ഈർപ്പം നിലനിർത്തേണ്ടതാണ്. അപ്പോൾ അധികമുള്ള ജലം ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സംവിധാനത്തിൽ ഇതിൻ്റെ അഗ്രഭാഗമൊക്കെ കൂത്തിരിക്കുന്നത് കൊണ്ട് ഇഴജന്തുക്കളോ പാമ്പോ ഒക്കെ വരാനുള്ള സാധ്യത കുറവാണ്.